നമ്മളെ എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോവുകയോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലുമൊക്കെ കാണുകയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിപാടിക്കൊന്നും അവർ വിളിക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ച് നമ്മൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചിലർ പറയുന്ന ഒരു വാചകം കിട്ടില്ലേ, ഓ നീയൊക്കെ വലിയ പുള്ളിയായി പോയില്ലേ, നീയൊക്കെ നാട് വിട്ടു പോയപ്പം അല്ലെങ്കിൽ അവിടെ പോയി സുഖമായിട്ട് ജീവിക്കുമല്ലേ, ഞങ്ങളെ ഒന്ന് മറന്നുപോയല്ലോ, ഞങ്ങളെ ഒന്നും ഓർക്കണില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷേ ഇത് കേൾക്കുന്ന അവർ ചിരിച്ചപ്പം ശരിയാ, അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വരാറില്ല എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ സാഹചര്യം ചിലപ്പോൾ നാട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ആയിരിക്കില്ല. അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും, സാമ്പത്തികമായും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ. അവരിപ്പോൾ ഒരു കല്യാണത്തിന് വന്ന് എല്ലാവരെയും കൂടെ കാണാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവിടെ വന്നേക്കുന്നത്. അപ്പം ആ സമയത്ത് ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം തോന്നും. കാരണം നമുക്ക് വരാത്തതിൻ്റെ കാരണം നമ്മൾ വിളിച്ചു പോലും ഇവർ അന്വേഷിച്ചിട്ടില്ല. ഈ കല്യാണമാണ് വിളിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് അവരാരും നമ്മളെ അന്വേഷിക്കാറില്ലായിരുന്നു, നമ്മളെങ്ങനെയാണ് കഴിയണേന്ന്, നമ്മുടെ അവസ്ഥ അതായിരുന്നായിരിക്കാം എന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയില്ലേ. ഇത് ഒത്തിരി പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഞാൻ ഒത്തിരി പേര് പറഞ്ഞതും കേട്ടിട്ടുണ്ട്, ഞങ്ങളവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജീവിക്കണം, പക്ഷെ ആരും അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ കല്യാണത്തിന് വന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ എന്നോർത്ത് എല്ലാ കല്യാണത്തിനൊന്നും എല്ലാ ഫംഗ്ഷനൊന്നും നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വന്ന് കൂടിയതാ എന്നൊക്കെ. ഇത് ഇടത്തരക്കാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കാം, നമ്മളപ്പോൾ ഇങ്ങനെ പറയുമ്പം നമ്മളൊന്ന് ചിന്തിക്കുക, അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർ നാട്ടിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കൊണ്ടാണ് അവർ മറ്റുള്ളവരുടെ അടുത്ത് വരാത്തത് എന്നൊന്ന് ചിന്തിക്കുക. അത് നല്ലതായിരിക്കും അല്ലേ? ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച്